പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 66:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച്, ഈശോ ഇടപെട്ട നിമിഷങ്ങളെക്കുറിച്ചുള്ള ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്ന സമയങ്ങളാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്, തൻ്റെ ജീവിത സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുന്നത് ബ്രദർ തങ്കച്ചൻ. അദ്ദേഹം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള പാമ്പാടുംപാറ സ്വദേശിയാണ്. കട്ടപ്പനയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. തങ്കച്ചൻ പാമ്പാടുംപാറ എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ 27 വർഷമായി ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നല്ലൊരു വചനപ്രഘോഷകനായി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിവിധ ഇടവകകളിൽ യുവജനങ്ങൾക്കും അതുപോലെ മുതിർന്നവർക്കുമൊക്കെയുള്ള ധ്യാനങ്ങൾ നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട ആ നിമിഷങ്ങളെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കും. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഒരുങ്ങാം. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെയാണ് കാണുക. ഈശോ പിതാവിനോട് പറയുകയാണ്: പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്ന പോലെ അവരും തമ്മിൽ ഒന്നാവണം. ഈശോ പിതാവിനോട് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാവണം. 17-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം ഇങ്ങനെയാണ്. കുറച്ചുകൂടെ ശക്തമായിട്ട് ഈശോ പിതാവിനോട് പറയുന്ന കാര്യം ഇതാണ്: പിതാവേ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് അവരറിയണം. അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് അവരറിയണം. പ്രിയമുള്ളവരെ, ദൈവ സ്നേഹത്തിൻ്റെ അനുഭവം ജീവിതത്തിലുടനീളം ആസ്വദിച്ച് അനുഭവിക്കുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ആയിരിക്കുകയാണ്. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കേട്ട പാട്ടിലൂടെ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. ഈ രാത്രിയുടെ പ്രാർത്ഥന ഇതൊരു വലിയ അനുഗ്രഹമാക്കി ദൈവം നമുക്ക് തരും. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമുക്കൊന്നും കൂടെ ഒന്ന് എഴുന്നേൽക്കാം. സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു വചനം മനസ്സിലേക്ക് വരികയാണ്. സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു വാക്യം ഇതാണ്: ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ ദാഹം തീരാനാണ്. മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നത് അവൻ്റെ ആത്മാവിൻ്റെ ദാഹം തീരാനായിട്ടാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ സംഭവിക്കേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീരുകയാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് 2 കരങ്ങളെയും ഉയർത്തി എന്നെയും നിങ്ങളെയും നമ്മളെ ശ്രമിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം, ആത്മാവിൻ്റെ ദാഹം തീരാൻ ആഗ്രഹിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയരട്ടെ, മനമുയരട്ടെ. നമുക്കെല്ലാവർക്കും കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം ലഭിക്കട്ടെ. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്ഥാനങ്ങളിൽ ശാന്തമായിരിക്കാം. ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത പാമ്പാടുംപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മാതാപിതാക്കളൊക്കെ കൂലിപ്പണിക്കൊക്കെ പോയിരുന്ന ഒരു കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 11 മക്കളാണ്. ഞാനതിൽ 7ാമത്തെ ആളാണ്. ജനിച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടിയിരുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് അലർജി, ശ്വാസം മുട്ടൽ രോഗം ഞാൻ ജനിച്ച നാൾ മുതൽ എന്നെ അലട്ടിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം വളരെ കുറവായിരുന്നു. എല്ലാ കാര്യത്തിലും അതുകൊണ്ട് പിറകോട്ടായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. പഠനത്തിൽ പുറകോട്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠനം എന്ന് പറയുന്നത്
എനിക്ക് 5ാം ക്ലാസ് വരെ പോകുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ 5ാം ക്ലാസ് പഠനം കഴിഞ്ഞ് പിന്നീട് എൻ്റെ വീട്ടിലായിരിക്കുന്ന അവസരത്തിൽ കുറച്ച് പ്രായമായി വന്ന സമയം, ആ കാലഘട്ടം മുതൽ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതം വളരെ ദുരിതം നിറഞ്ഞതാണ്. സാധാരണ വീട്ടുകാർക്ക് ചെറിയ സ്വസ്ഥത കിട്ടുന്നത് പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴാണ്. ഇത് സ്വസ്ഥതയില്ലാതെ കൊണ്ട് അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ ഞാൻ വീട്ടിൽ, എൻ്റെ വിചാരം മുഴുവനും എൻ്റെ സഹോദരങ്ങൾ മുഴുവൻ എന്നെ ഉപദ്രവിക്കുന്നു, അവർക്ക് എന്നെ ഇഷ്ടമില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാരണത്താൽ തന്നെ മനസ്സിന് ഒത്തിരിയേറെ മുറിവേറ്റ് തീരെ ചെറുപ്പ പ്രായത്തിൽ തന്നെ, ബാല്യകാലത്ത് തന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇതിനേക്കാൾ ഭേദം ചാകുന്നതാണെന്നുള്ള ചിന്ത തീരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ ഉടലെടുത്തതാണ്. അങ്ങനെ ജീവിതം അങ്ങ് കടന്നു വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റ് പല വീടുകളിൽ ജോലി ചെയ്യാനായിട്ട് പോകേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഒരുപാട് വീടുകളിൽ അങ്ങനെ മാറി മാറി എൻ്റെ ബാല്യകാലങ്ങൾ വേല ചെയ്ത് അങ്ങനെ പോയി. ഇവിടെയൊക്കെ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ദൂരദേശങ്ങളൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ അന്ന് വാഹന സൗകര്യമൊക്കെ വളരെ കുറവാണ്. 6 മാസം കൂടുമ്പോഴൊക്കെയാണ് പലപ്പോഴും വീട്ടിൽ നിന്ന് വരിക. എൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ കാണാൻ എനിക്ക് വളരെ കൊതിയായിട്ട് അങ്ങനെ നിന്ന അവസരങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ബാല്യകാലങ്ങൾ മുഴുവനും മനസ്സിന് മുറിവേറ്റ ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ എന്നെ നയിച്ചു കൊണ്ടുപോയി. എനിക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ വചനം എൻ്റെ ഹൃദയത്തെ അത്രമാത്രം സ്പർശിച്ചതുകൊണ്ടാണ് ആദ്യമേ ആ ഒരു വചനം നിങ്ങളോട് പങ്കുവെച്ചത്. ഈശോ പറഞ്ഞ കാര്യം, പിതാവേ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലങ്ങൾ അങ്ങനെ ജോലി ചെയ്ത് പോയി, കുറേ കാലങ്ങൾ അങ്ങനെ പോയി. പിന്നീട് പള്ളികളിൽ വൈദികർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി കുറേ വർഷങ്ങൾ ചെയ്യാനിടയായി. അത് എനിക്ക് അല്പം സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം വൈദികരുള്ള സ്ഥലത്ത് കുർബാനയുണ്ട്, മാത്രമല്ല അവിടെ ദിവ്യകാരുണ്യ സാന്നിധ്യമുണ്ട്. എൻ്റെ ജോലിയെല്ലാം കഴിയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഞാനിങ്ങനെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്നു കൊണ്ട് ശക്തമായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് നല്ല അനുഭവം ദിവ്യകാരുണ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും ജീവിതത്തിൽ ചില സമയങ്ങളിൽ താളം തെറ്റുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഏറെയായിരുന്നു. അങ്ങനെ ജീവിച്ചു പോരുന്ന അവസരത്തിൽ പിന്നീട് ഞാൻ പല എസ്റ്റേറ്റുകളിൽ ജോലിക്ക് നിന്നു. അതൊക്കെ എന്നെ ഒത്തിരിയേറെ വേദന നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ജീവിച്ചു പോരുന്ന അവസരത്തിൽ പിന്നീട് പാമ്പാടുംപാറയിൽ അവിടെ ഒരു ക്ലബ്ബ്, ഒരു സ്പോർട്സ് ക്ലബ്ബിൽ അംഗമായി രാവും പകലും അവിടുത്തെ ഒരു അംഗത്തെ പോലെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. പകൽ മുഴുവൻ കുട്ടികളുടെ കൂടെ ക്യാരംസും ചെസ്സും ഒക്കെ കളിക്കും. വൈകിട്ട് മേടയിൽ പന്ത് കളിക്കാനായിട്ട് പോകും. രാത്രിയാകുമ്പോൾ കാർന്നോമാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ചീട്ട് കളിക്കുക. അങ്ങനെ എല്ലാത്തരം കളികളും പഠിച്ചങ്ങനെ അങ്ങനെ ജീവിച്ചു പോരുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു അമ്മാവൻ എന്നെ ഒരു ധ്യാനത്തിന് വിളിച്ചു. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നെന്ന്. വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന എന്നെ ഒരു ധ്യാനത്തിലേക്ക് വിളിച്ചപ്പോൾ അതിലെനിക്ക് പോകാനായിട്ട് വളരെ മടി എനിക്ക് തോന്നി. എന്നാലേ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ധ്യാനത്തിന് പോയി. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിന് അത് കാരണമായി. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ, ധ്യാനത്തിന് ഞാൻ പോകുമ്പോൾ മാസം 50 രൂപ വാടക കൊടുത്താൽ മതി ഒരു വാടക വീടുണ്ടായിരുന്നു. 6 മാസം വാടക കൊടുക്കാഞ്ഞിട്ട് ആ വാടക വീട്ടിൽ നിന്ന് എൻ്റെ രോഗിയായ അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ അവിടുന്ന് മാറിത്തരണമെന്ന് പറഞ്ഞ് പിന്നെ വേറെ മാറാൻ നിർവാഹമൊന്നുമില്ലാത്ത അവസ്ഥയിൽ അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പശുവിനെയും ആടിനെയും ഒക്കെ കിട്ടുന്ന ഒരു തൊഴുത്തിൻ്റെ പകുതി ഭാഗം ചാക്ക് വെച്ചൊക്കെ മറിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ കടന്നുകൊള്ളുക എന്ന് പറഞ്ഞൊരവസ്ഥ വന്നു. ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ദൈവം സ്നേഹമാണ്, യേശു രക്ഷകനാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ അനുഭവത്തിൽ ധ്യാനത്തിൽ വീട്ടിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുന്നതിൽ അന്വേഷിച്ചപ്പോഴാണ് ഇന്ന സ്ഥലത്താണെന്ന് അറിഞ്ഞത്. ഞാൻ ആ പശുക്കൂടിൻ്റെ വാതിൽക്കൽ ചെന്നു. അകത്തേക്ക് കയറാനായിട്ടൊന്ന് മടിച്ചു നിന്നു. ഞാൻ മനസ്സിൽ ചോദിച്ചു, ദൈവമേ, ഇതാണോ നിൻ്റെ സ്നേഹം, ഇതാണോ നിൻ്റെ രക്ഷ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ
എൻ്റെ കണ്ണു നിറഞ്ഞു. ആ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടി ഞാൻ കണ്ണടച്ച് ആ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ കണ്ണടച്ചപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യ ദർശനമെന്ന് പറയാം, ആ ആദ്യ ജീവിത ദർശനമെന്ന് പറയാം, പുൽക്കൂട്ടിൽ പറന്നു കിടക്കുന്ന ഈശോ എന്നെ നോക്കി ചിരിക്കുന്നത്. ഞാൻ കണ്ണടച്ച് വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നെ നോക്കി ചിരിക്കുന്നു. എൻ്റെ ഒരു നിമിഷം എനിക്ക് മനസ്സിലായി, ഈ കാലിത്തൊഴുത്തിൽ ഞാൻ കിടക്കേണ്ടി വന്നാലും ഇവിടെയും ഞാൻ വേദനിക്കാതിരിക്കാനാണ് എനിക്ക് മുമ്പേ അവൻ കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തതെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതോടെ ആ ഒരു അസ്വസ്ഥത പൂർണ്ണമായി മാറിപ്പോയി. ഏകദേശം 1.5 വർഷക്കാലമോളം ഞങ്ങൾ ഈ കാലിത്തൊഴുത്തിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. പരാതിയോ പരുവമൊന്നുമില്ല. പിന്നീട് മറ്റൊരു ചെറിയ ഭവനം വെച്ചു, അവിടെ താമസമായി. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നു. ഏകദേശം കുറേ നാളുകൾ കഴിഞ്ഞു. ധ്യാനത്തിന് കിട്ടിയ അനുഭവങ്ങളൊക്കെ കുറേ മാറാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ പാമ്പാടുംപാറയിലുള്ള ചെറുപ്പക്കാർ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്നെ ചേർത്തു. ശുശ്രൂഷകളിലേക്ക് പോകാൻ തുടങ്ങി, പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ പോകാൻ തുടങ്ങി. പിന്നീട് ഞാൻ പ്രധാനമായി ഏറ്റെടുത്തൊരു കാര്യമാണ് ധ്യാന മന്ദിരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുക. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഹൈറേഞ്ച് മേഖല കാത്തലിക് കരിസ്മാറ്റിക് കൺവെൻഷൻ 15,000 പേരോളമുള്ള വരുന്നൊരു കൺവെൻഷനാണ്. ആ കൺവെൻഷന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സംഘാടകർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അതെ തങ്കച്ച, എത്രയും പെട്ടെന്ന് തങ്കച്ചനൊന്ന് റെഡിയായിട്ട് വന്നേ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? എന്നോട് പറഞ്ഞു, പ്രധാനമായി പ്രസംഗിക്കാൻ വരേണ്ട ആള് വരത്തില്ല, അതുകൊണ്ട് തങ്കച്ചൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ആ സ്റ്റേജിൽക്കൊന്ന് പറയാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭയമായിരുന്നു, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാനുള്ള പേടിയുമൊക്കെ. എന്നാൽ കർത്താവ് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി ആ സ്റ്റേജിൽ കൊണ്ട് നിർത്തി. ഞാൻ ഏകദേശം 3/4 മണിക്കൂറോളം എൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ചു. പിന്നീട് ശുശ്രൂഷയുടെ ഒരു വഴിത്തിരിവായി പ്രിയമുള്ളവരെ, പല ഇടവകകളിൽ നിന്ന് എന്നെ ഇങ്ങനെ സാക്ഷ്യം പറയാനും പിന്നെ ചെറുതായിട്ട് ക്ലാസ് എടുക്കാനും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ പോകുന്ന അവസരം, അങ്ങനെ ഈ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തി ഞാൻ പോകുമ്പോൾ, ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ കുടുംബം വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ച് കൂലിപ്പണിക്കാരായ എൻ്റെ മാതാപിതാക്കൾ. എൻ്റെ അമ്മ വളരെ ശ്വാസം മുട്ട രോഗിയായി തീർത്ത് കിടപ്പായി പോയി. 4.5 വർഷക്കാലം കട്ടിലെ നനക്കാൻ മേലാതെ എൻ്റെ അമ്മ കിടന്ന അവസ്ഥയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് വലിയ വേദനയായിരുന്നു. അമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു മാസത്തിൽ ഒരു 5 ദിവസമെങ്കിലും എൻ്റെ അമ്മയെന്ന് വീട്ടിൽ നിന്നാൽ മതി എന്ന് കൊതിച്ചിട്ടുണ്ട്. അമ്മ ഒരു മുറിയിൽ കിടന്ന് കരയുമ്പോൾ അപ്പുറത്തെ മുറിയിലിരുന്നു കൊണ്ട് ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിച്ച രാത്രികൾ ഏറെയാണ്. ഇവിടെയൊക്കെ കൂടുതൽ ശക്തി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് എന്നെ ഉരുക്കി വാർത്തെടുക്കുകയായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, വചനം പറയുകയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഞാൻ അഭ്യസിച്ചു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഞാൻ അഭ്യസിച്ചു. ഇതെനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തിരിയേറെ ആശ്വാസ വചനങ്ങൾ തരും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഈ ശുശ്രൂഷയിൽ നിന്ന് അകറ്റുന്ന അല്ലെങ്കിൽ അതിലേക്ക് വരുന്നൊരു വലിയൊരു കാര്യത്തിൽ വന്നു. എൻ്റെ മൂത്ത സഹോദരൻ, അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു ചാരായിക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു ജോലി കിട്ടിയപ്പോൾ ഈ ചാരായിക്കടയിലുള്ള ജോലി എൻ്റെ പേരിൽ എഴുതി വെച്ചു. എന്നിട്ട് എന്നോട് ഈ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു, നീ കുടുംബത്തെ നോക്കണം. എനിക്ക് ആകെപ്പാടെ അസ്വസ്ഥതയായി. കാരണം ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഇത് വിട്ടിട്ട് ചാരായിക്കടയിലേക്ക് ജോലിക്ക് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടും കാരണം എനിക്ക് അന്ന് ഈ ജോലി എടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഈ ജോലിക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ ജോലി ചെയ്തു. ഓരോ ദിവസങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ചാരായക്കടയിൽ ചാരായം കൊണ്ട് റൂട്ടിലൊക്കെ പോകുമ്പോൾ വെയിലത്ത് നിന്നുകൊണ്ട് തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് പണിയുന്ന മനുഷ്യരെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വളരെ വേദനിക്കുമായിരുന്നു. ഈ പകല് മുഴുവൻ കഷ്ടപ്പെട്ട് പണിതെടുക്കുന്ന ഈ സമ്പത്ത് കൊണ്ടുപോയി ചാരായക്കട കൊടുക്കുന്നല്ലോ, ഇവരുടെ ദുരിതം നിറഞ്ഞ ആ ജീവിതത്തെ ഓർത്ത് എനിക്ക് സങ്കടം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം മദ്യപാനവും മറ്റു പല പാപത്തിലേക്ക് പോയി അവരെന്നെയും അതിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടാനുള്ള തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ കുമളിയിലുള്ള ഒരു ആശ്രമത്തിൽ CMI ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ ഒരു പുരോഹിതനോട് ഞാൻ പറഞ്ഞു,
അച്ഛാ എനിക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കാമോ, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നയാളാണ്. അത് സാരമില്ല മോനെ, പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 പേരെ കൊണ്ടുപോയി ഒരു ചെറിയ പ്രാർത്ഥന തുടങ്ങി. അത് പിന്നീട് ഓരോ ആഴ്ചകൾ കഴിയും തോറും അവിടെ ജനം കൂടി വന്നു. ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മാസത്തിൽ 15 ദിവസമേ ഉള്ളൂ. രാവിലെ 9 മുതൽ 1 മണി വരെ ഈ ജോലിയുമുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ ഫ്രീ ആണ്. ഞാനിങ്ങനെ ചാരായക്കട വാതക്കലൊക്കെ പോയി നിൽക്കും. ചാരായം കുടിക്കാൻ വരുന്ന വ്യക്തികളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ പേരൊക്കെ ചോദിക്കും, അന്വേഷിക്കും. കുറച്ച് കഴിയുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ പോകും. എന്നിട്ട് ചേട്ടാ ഇത് ശരിയല്ല അങ്ങനെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കും. കയ്യിലെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ ഇവരെ ധ്യാനത്തിന് വിടും. എന്നിട്ട് പ്രിയമുള്ളവരെ, കുമളി ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്ക് ജനമേറെ വരാൻ തുടങ്ങി. എനിക്കും വളരെ ആനന്ദം. അങ്ങനെ സന്തോഷ് ശുശ്രൂഷ ചെയ്ത് പോകുമ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നവരെന്നെ ഉപദ്രവിക്കുക, അവർ അസഭ്യ വാക്കുകളൊക്കെ പറയാൻ എനിക്കറിയാം ഈ ശുശ്രൂഷയ്ക്ക് പോയാൽ. ഒരു ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഹോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഇതിൽ ഒരു യുവാവ് പറയുകയാണ്, മറ്റുള്ളവർ പറയുക, ഇടാവേ നമ്മുടെ വ്യാജപ്രവാചകൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത അസഭ്യ വാക്കുകൾ ഏറെ പറയുകയാണ്. ഞാൻ അകത്ത് കയറി ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തപ്പോഴും ഈ ചീത്ത വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങോട്ട് തെറി പറയുന്ന ചീത്ത പറയുമ്പോഴും ഞാൻ എൻ്റെ മുറിക്കകത്ത് കയറി ഭക്ഷണം പോലും കഴിക്കാതെ അകത്ത് കയറിയിരുന്ന് കതക് അടച്ചിട്ട് ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലുമ്പോൾ അകത്തുനിന്ന് അസഭ്യ വാക്യങ്ങളേറെ കേൾക്കും. എനിക്ക് ആകെ വേദനയായി. ഞാൻ മനസ്സിൽ പറഞ്ഞു, 2 എണ്ണം തിരിച്ചു പറഞ്ഞാലോ. എനിക്ക് നന്നായിട്ട് ചീത്തവാക്കുകളൊക്കെ പറയാനൊക്കെ അന്നൊക്കെ അറിയാമായിരുന്നു. ടൗണിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പറയണം. എന്നിട്ട് ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥനാ ജീവിതം നിർത്തിവെച്ചാലെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു തോന്നൽ, നീ ഇത്ര നേരം വചനം പ്രഘോഷിച്ചിട്ട് ഇവരുടെ മുമ്പിൽ നിനക്ക് ചെറുതാകേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് അന്ന് നിൻ്റെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യ്. ഞാൻ പോയി മുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വ്യക്തി പാമ്പയെ എന്ന് പറഞ്ഞ് പേടിച്ച് കാറി കസേരയിരുന്നിരിക്കുക. ഒരു പാമ്പ് വന്നിട്ട് ഈ വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തി. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഞാൻ എത്രമാത്രം പ്രതിസന്ധികളിലൂടെ പോകുകയോ അവിടെയെല്ലാം എന്നെ ഉത്തേജിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുമളി ചാരായക്കടയിൽ പ്രിയമുള്ളവരെ ഷോപ്പിൽ ചെല്ലാൻ ആളില്ലെന്നായി. അവിടെ കച്ചവടം വളരെ കുറഞ്ഞു. അന്വേഷിച്ചപ്പോൾ ഇവിടെ ചാരായം കുടിക്കാൻ വരുന്നവരെല്ലാം അവിടെ ആശ്രമത്തിൽ പ്രാർത്ഥന നടത്തുന്നത് ചാരായക്കട ജോലി ചെയ്യുന്നയാൾ. ജനം പറഞ്ഞു അവന് പിശാച. ഞാൻ മിണ്ടാൻ പോയില്ല. കാരണം ഇത് ശരിയല്ലെന്ന് എനിക്കും അറിയാം. ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ലെന്ന്. പക്ഷേ അന്നത്തെ എൻ്റെ ജീവിത സാഹചര്യം, എൻ്റെ കുടുംബത്തിൻ്റെ ദുരിതവും ബുദ്ധിമുട്ടും ആ അവസ്ഥയിൽ നയിച്ചു. അവസാനം 110 സ്റ്റാഫ് കൂടി എനിക്ക് നോട്ടീസ് തന്നു. ഒന്നെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തുറന്നു പോവുക, ഇല്ലെങ്കിൽ ചാരായക്കട ജോലി ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ തീരുമാനിക്കുക. 7 ദിവസത്തിനും വിവരം അറിയിക്കണം. ഇത് രണ്ടും കൂടെ തുടർന്ന് പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേയേറെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടി രാത്രിയിൽ 2 വൈദികരുടെ സാന്നിധ്യത്തിൽ എൻ്റെ ഈ വിഷമത്തിൽ നിന്നുകൊണ്ട് തീക്ഷ്ണമായി രാത്രിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജോലി കളഞ്ഞ് വീട്ടിൽ ചെല്ലാൻ മേല. ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാനും പറ്റത്തില്ലാത്ത അവസ്ഥ. ഞാൻ ആകെ അസ്വസ്ഥനായി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അതിശക്തമായ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചു എന്നുള്ള വാർത്തയാണ് 4-ാമത്തെ ദിവസം പത്രത്തിൽ ഞാൻ കാണുക. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ജോലി ചെയ്ത കേരളത്തിലെ സകലരുടെയും പണി കളഞ്ഞിട്ട് അതീവ ശക്തിയോടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വരാൻ കർത്താവ് എന്നെ നയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നീട് വലിയ അനുഭവത്തിലൂടെ കർത്താവ് നയിച്ചു കൊണ്ടുപോയി. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, എനിക്കുണ്ടായ വലിയൊരു അനുഭവം കോട്ടയിൽ അവിടെ കേരളത്തിലെ വചനപ്രഘോഷകർക്ക് വേണ്ടി ഒരു ധ്യാനം അറേഞ്ച് ചെയ്തു. എൻ്റെ പേരും ആരോ ബുക്ക് ചെയ്തു. ഞാൻ ആ ധ്യാനത്തിന് പോകാനിടയായി. അവിടെ ധ്യാനത്തിന് ചെന്നു. എനിക്ക് സാധാരണ ക്ലാസ്സുകളൊക്കെ പോലെ തോന്നി. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് ആരാധന നടത്തുന്ന വ്യക്തി അമ്മയുടെ ഉദരം മുതൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ എത്ര നാളായി ഇങ്ങനെ അമ്മയുടെ ഉദരം മുതൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക? ഞാൻ നടത്തിയ ധ്യാനങ്ങളിലൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൂടിയ ധ്യാനങ്ങളിലെല്ലാം ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെല്ലാം കൂടെ നീ ഏറ്റുള്ളവൻ പറഞ്ഞു. അങ്ങനെ ആ നിമിഷത്തിൽ
ഒരു വൈദികൻ ഹന്നാം വെള്ളം തെളിച്ചു പോയി. ആ സമയം പ്രിയമുള്ളവരെ എന്തോ ഒരു വലിയ ചുമ എന്നിൽ കടന്നു വന്നിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന എന്തോ ഭാരങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം എന്നെ വിട്ടുപോയി. ഞാൻ വളരെ ഫ്രീ ആയി. പ്രിയമുള്ളവരെ, എൻ്റെ ബാല്യകാലം മുതൽ എന്നെ നിരന്തരമായി അലട്ടിയിരുന്ന ശ്വാസം മുട്ടൽ, അലർജി രോഗം അന്ന് പൂർണ്ണമായും എന്നിൽ നിന്ന് ആ നിമിഷം നീങ്ങിപ്പോയി. പിന്നീട് ഞാൻ വളരെ ഫ്രീ ആയി. ഒരു പഞ്ഞിക്കെട്ടിരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കാണുകയാണ് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ. പിന്നീട് ഈശോയെ ഈ മലയിൽ നിന്ന് വലിച്ചുകൊണ്ട് വലിയ മതിൽ നിന്നൊക്കെ താഴേക്ക് എടുത്തിടത്തുമൊക്കെ വളരെ വേദനയോടെ ഞാൻ കാണുമ്പോൾ, അത് കഴിഞ്ഞ് അത് ഈശോയുടെ പീഡാസഹനങ്ങളെ നേരിട്ട് കണ്ട് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നതെല്ലാം ഞാൻ കാണുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈശോയെ പടയാളികൾ കുരിശിൽ കൊണ്ടിട്ടിട്ട് ഈശോയുടെ ഒരു കരം വിരിച്ചുകൊണ്ട്, ഇത് കണ്ടപ്പോൾ എനിക്ക് അതിഭയങ്കരമായ ഒരു ഭക്തി പരവശമനിൽ കടന്നു വരികയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഈ വലത്തെ കരം വിരിഞ്ഞങ്ങ് പോയി. ഈശോയുടെ കയ്യിൽ ആണി തറച്ചപ്പോൾ എൻ്റെ കൈയുടെ നടുക്കൂടെ ആണി അടിച്ചിറക്കുന്ന ഭയങ്കരമായൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഈശോയുടെ അടുത്ത കയ്യിൽ തറച്ചപ്പോൾ എൻ്റെ അടുത്ത കയ്യിൽ 2 കാലിൽ ഈശോയുടെ ഒരു കാലിൻ്റെ മുകളിൽ ഒരു കാല് കയറ്റി വെച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഒരു കാലിലേക്ക് മറ്റേ കാല് കയറിയിരുന്നു. ഈശോയുടെ ശരീരത്തിൽ അടിച്ച ആണി എൻ്റെ ശരീരത്തിൽ കൊണ്ടുകയറുന്ന അനുഭവവും, അതിനൊക്കെ അപ്പുറത്ത് പ്രിയമുള്ളവരെ ഞാൻ ദാഹിക്കാൻ തുടങ്ങി. ശക്തമായി കടന്ന് തൊണ്ണ വരണ്ട് ദാഹിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ആ നിമിഷം കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എനിക്ക് വേണ്ടി ഉത്ഥിതനായെന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ ആ ഒരു അനുഭവം എന്നെ ശക്തമാക്കി. പിറ്റേ ദിവസത്തെ അഭിഷേക പ്രാർത്ഥനയിലും ഇതുപോലെ തന്നെ അന്ന് ആ ദിവസം വ്യത്യസ്തമായൊരു അനുഭവം കിട്ടി. ഈശോയുടെ വിലാവിൽ പടയാളികൾ കൊണ്ട് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ എൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ശക്തമായൊരു അനുഭവത്തിൽ നിന്ന് ആ ധ്യാനമന്ദിരം വിട്ട് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാനുള്ള ശക്തി ആർജിച്ച് പോകുമ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് പോയി പെരുമ്പാവൂർ സ്ഥലത്ത് ഞാൻ ഇറങ്ങി. പെരുമ്പാവൂർ ഞാൻ ഇറങ്ങി ഒരു മാടക്കടയിൽ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കുടിച്ചു. മാടക്കരക്കാരനോട് ഞാൻ ചോദിച്ചു, ഇവിടുന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ എത്ര രൂപയാണ്? അദ്ദേഹം പറഞ്ഞു 7 രൂപയാണ്. ഞാൻ ഒരു ഓട്ടോ വിളിച്ചു പോയി പ്രൈവറ്റ് സ്റ്റാൻഡ് ചെന്ന് ഇറങ്ങി. ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു എത്ര രൂപയാണ്? എന്നോട് പറഞ്ഞു 10 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ 7 രൂപ കൊടുത്തിട്ടാണല്ലോ വന്നത്. ഞാൻ ഇന്നലെ 7 രൂപ കൊടുത്തിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാൽ അത് മതിയെന്ന് പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് പോയി. എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു കുത്തൽ, ഇന്നലെ എത്ര കൊടുത്തിട്ടാണ് വന്നത്? പ്രിയമുള്ളവരെ, യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുഭവം എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ തന്നിട്ട് നിസ്സാരം 3 രൂപയ്ക്ക് വേണ്ടി ഈ ഓട്ടോറിക്ഷക്കാരനോട് നുണ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ അസ്വസ്ഥത, വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ല. പ്രിയമുള്ളവരെ, ഒരു ചെറിയ നുണ പറഞ്ഞാൽ എൻ്റെ കർത്താവ് എത്രമാത്രം വേദനിക്കുന്നെന്ന് ആ അനുഭവം എന്നെ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നീടും പോരായ്മകളും വീഴ്ചകളും ഏറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വീണാലും അവിടെ കിടക്കില്ല. അവിടുന്ന് കർത്താവിൻ്റെ കാലും കൈയും പെട്ടെന്ന് പിടിച്ച് എന്നെ എഴുന്നേൽക്കുന്നൊരവസ്ഥ. ഇവിടേക്ക് എന്നെ ശക്തിപ്പെടുത്തിയൊരു വചനമുണ്ട്. മിക്കാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വചനം. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. എൻ്റെ ശത്രുക്കളെ, എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ ഈ ശുശ്രൂഷയുടെ ജീവിതം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ നന്നായി ശുശ്രൂഷ ചെയ്തു പോകുന്നു. ആ കാലഘട്ടത്തിൽ മറ്റൊരു വ്യാധി എന്നെ പിടിപെട്ടു. എൻ്റെ ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു രോഗം കടന്നു വന്നു. അത് ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരികയാണ്. ഈ രോഗം കൂടി വരുമ്പോൾ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ പലരും പറയും, ഇന്നടത്ത് മരുന്നുണ്ട്, അവിടെ പോ ഇവിടെ പോ, പല സ്ഥലത്തും പോയി. ഏകദേശം 2.5 വർഷക്കാലങ്ങൾ എൻ്റെ ഈ ശരീരത്തിലെ രോഗപീഠ കൂടി വന്നു. പകലൊക്കെ ധ്യാനിപ്പിക്കും, രാത്രി മുഴുവനും കിടന്ന് ചൊറിച്ചില്ല, സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ. അവിടെയും ഞാൻ ചോദിച്ചു, കർത്താവേ, ഇതെന്തൊരവസ്ഥയാണ്, എനിക്ക് എന്തിനാ ഇത് തന്നത്? ഇവിടെയൊക്കെ ജോബിൻ്റെ കാര്യമൊക്കെ എന്നെ ഒത്തിരിയേറെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഓട്ടിൻ കഷണം എടുത്ത് ജോബ് തൻ്റെ ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്ന അവസ്ഥ. ജോബിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, മനുഷ്യ, ഇനി നിങ്ങൾ ദൈവത്തെ വിളിക്കുകയാണോ? ആ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞപ്പോൾ ജോബ് പറഞ്ഞ കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, ജോബ് പറഞ്ഞു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ
തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നമ്മൾ തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നുവോ? ഇക്കാരണം കൊണ്ടൊന്നും ജോബ് ദൈവത്തെ പഴിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം എന്നെ നയിച്ച അനുഭവമാണ്. എങ്കിലും ഈ ദുരിതങ്ങൾ കൊണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. കാരണം അത്രയ്ക്ക് വലിയ അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് മാത്രം ഞാൻ കൂടെ ചോദിക്കും. അതിന് കർത്താവിന് ഞാൻ പരാതി പറയില്ല, കുറ്റപ്പെടുത്തത്തില്ല. അങ്ങനെ പോകുമ്പോൾ എറണാകുളത്ത് സ്കിന്നിൻ്റെ 3 സ്പെഷ്യൽ ഡോക്ടർമാരെ മാറി മാറി പോയി കണ്ടു. ഈ 3 ഡോക്ടർമാർ വിധി എഴുതി, ഇത് സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗമാണ്, മരുന്ന് കഴിച്ചാൽ അല്പമൊക്കെ ആശ്വാസം കിട്ടും, ഇതൊരിക്കലും മാറില്ല. 3 പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആകെ അസ്വസ്ഥപ്പെട്ട് കടന്നു വന്നു, മാറാത്തൊരു രോഗം ദൈവമേ നീ എനിക്ക് എന്തിനു തന്നു? അങ്ങനെ ദുരിതം അനുഭവിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ജീവിത പങ്കാളിയും മക്കളും ഒക്കെ വളരെ ദുരിതത്തിലായി. എനിക്ക് ജീവിത പങ്കാളിയും 4 മക്കളാണ്. മൂത്തത് 3 ആൺകുട്ടികൾ, ഇളയത് പെൺകുട്ടി. അങ്ങനെ വളരെ ദുരിതത്തിലായിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വളരെ എന്നെ പ്രതി വളരെ വേദനയായിരുന്നു. ഈ രോഗം എന്നെ അത്രമാത്രം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. എനിക്ക് മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി അവിടെ 2 ഡോക്ടർമാരുണ്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ രോഗമുണ്ടായ ഈ ഡോക്ടർമാർ പറഞ്ഞ കാര്യം. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, ടീമിലുള്ളവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു, ഇത് മാറത്തില്ല എന്ന്, ഇത് സോറിയാസിസ് ആണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്താണെങ്കിലും ഈ മാറാരോഗത്തെ കൊടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ആ പ്രാർത്ഥനാ ഗ്രൂപ്പുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ച നിമിഷത്തിൽ എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഒരു സന്ദേശം കിട്ടി. കർത്താവായ ഈശോ പറമ്പിക്കൂടെയൊക്കെ നടന്ന് പച്ച മരുന്ന് പറിച്ച് കയ്യിൽ വെച്ച് തരുന്നു, ഇത് കഴിച്ചിട്ട് തങ്കച്ചൻ രോഗം മാറുന്നു. അതൊരാശ്വാസം കിട്ടി. അതിനുവേണ്ടി കാത്തിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു തന്ന പച്ച മരുന്ന് കഴിച്ചു. 6 മാസം കൊണ്ട് എൻ്റെ രോഗം പൂർണ്ണമായി മാറിപ്പോയി. വൈദ്യശാസ്ത്രം വിധി എഴുതിയ രോഗമാണ്, ഇത് മാറില്ല എന്ന് പരിപൂർണമായിട്ട് ഈ രോഗം മാറിയപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെയും ഞാൻ പറയും, എന്നെ കൂടുതൽ കർത്താവ് എടുത്തുപയോഗിക്കുകയാണ്. ഇവിടെയും ഈ വചനം എന്നെ ശക്തിപ്പെടുത്തി. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഞാൻ അഭ്യസിച്ചു. ഇതുപോലുള്ള എനിക്ക് പറയാനുള്ള 100,000 അനുഭവങ്ങളിലൂടെ കർത്താവ് എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന അനുഭവം. പിൻകാലത്ത് ഞങ്ങൾക്ക് 11 മക്കൾക്കൂടെ ഉള്ളതാണ്. 7 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും. ആ വീടിൻ്റെ അതിൻ്റെ വിഹിതം പറ്റാൻ കഴിയാത്തത് കൊണ്ട്, അത് മാത്രമല്ല ഈ രോഗപീഠകളൊക്കെ അലട്ടിയ ഒരു കാലഘട്ടങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വാടകയ്ക്ക് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് താമസമായി. അവിടെ വന്നു. ഞാൻ അവിടെ വരുന്നതിൻ്റെ കാരണം ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന എനിക്ക് രോഗപീഠകൾ വന്നു. മാത്രമല്ല എൻ്റെ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിൽ, ജീവിത പങ്കാളി 4 മക്കളെ പോറ്റിക്കൊണ്ട് പോകണം. എനിക്കറിയാവുന്ന ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ഞാനൊരു ചായക്കടക്കാരനോട് ഞാൻ ജോലി ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. ഞാനൊരു കണ്ടീഷൻ വെച്ചു, ശുശ്രൂഷകളുള്ളപ്പോൾ എന്നെ വിടാമെന്ന് പറഞ്ഞു. ബ്രദറിഞ്ഞ് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഈ വാടക വീട് വെഞ്ചരിക്കുവാനായി ഞാൻ എൻ്റെ ഇടവ് പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അവിടുത്തെ കൊച്ചച്ഛൻ പറഞ്ഞു, തങ്കച്ചൻ ഈ ഇടവകയിലാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇടവകയിലെ യുവജനങ്ങൾക്ക് ഒരു ധ്യാനം നടത്തണം. ഞാനും ഈ അച്ഛനും കൂടെ വീട് കയറി ഇറങ്ങി 250 കുട്ടികൾക്ക് ഓളം ഒരു യുവജന ധ്യാനം അങ്ങ് നടത്തി. ആ ധ്യാനത്തിന് കുമ്പസാരിപ്പിക്കാൻ സഹായിക്കാനൊക്കെ വന്ന വൈദികർ അവരുടെ ഇടവകയിലേക്കൊക്കെ എന്നെ വിളിച്ച് ഏകദേശം 11 വർഷമായി ഇതുവരെ ആ ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഫുൾ ടൈം ശുശ്രൂഷയിലാണ്. ഹല്ലേലൂയ. ചേർന്ന് പറ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകാൻ പറ്റാത്ത വിധത്തിൽ ദൈവം എന്നെ ഉയർത്തി. നിങ്ങൾ ഓർക്കണം, കേവലം 5ാം ക്ലാസ് പഠിത്തമുള്ള ഞാൻ ഇപ്പോൾ ധ്യാനിപ്പിക്കുക എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ പല സ്ഥലങ്ങളിൽ കർത്താവ് എന്നെ എടുത്ത് ഉപയോഗിക്കുക. ലോകത്തിൽ പല രാജ്യങ്ങളിലും യേശുവിനെ പ്രഘോഷിക്കുവാൻ എന്നെ കർത്താവ് അനുവദിച്ചു. ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ കൂടെ നിന്നപ്പോൾ വീഴുമെന്ന് തോന്നുമ്പോൾ എല്ലാം പിടിച്ചു കയറി വീഴാൻ എന്നെ അനുവദിച്ചില്ല. പ്രിയമുള്ളവരെ, യേശയ്യാ 30-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വചനം നമ്മളൊക്കെ ഏറെ ധ്യാനിച്ചിട്ടുള്ളതാ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല.
നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പല വീട് വാടകയ്ക്ക് മാറി മാറി താമസിച്ചു. ഒരു വീട്ടിൽ താമസിച്ചത് വെറും ഒരാഴ്ചയാണ്. അവിടെ ചെന്നപ്പോൾ മഴ പെയ്ത വെള്ളം മുഴുവൻ അകത്ത് വീഴും. ഒരു വീടില്ലാത്തവൻ്റെ ദുരിതം വളരെ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എനിക്കൊരു വീടുണ്ടാവണം. കട്ടപ്പനയിൽ അന്നത്തെ അനുസരിച്ചുകൊണ്ട് ഒരു 3 സെൻറ്റ് സ്ഥലം ഞാൻ ആഗ്രഹിച്ചു. പല സ്ഥലത്ത് ഞാൻ നടന്നു, കിട്ടിയില്ല. പിന്നീട് ഞാൻ അറിഞ്ഞു വളരെ വില കുറഞ്ഞ് അവിടെ അടുത്ത് ഒരു സ്ഥലം കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നു. ഞാൻ ചോദിച്ചു, എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം വേണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, 5 സെൻറ്റായിട്ട് കൊടുക്കത്തില്ല, ഇത്രയും വില താത്തു കൊടുക്കുന്നത് 30 സെൻറ്റ് ഒരുമിച്ച് കൊടുക്കാനായിട്ട്, 30 സെൻറ്റായിട്ട് തരൂ. ഞാൻ പറഞ്ഞു, മാക്സിമം ഞാനൊരു 10 സെൻറ്റ് എടുക്കാം. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചു, ബ്രദർ ഇവിടം വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറിന് പൈസ കുറച്ച് തരാം. ഞാൻ ചോദിച്ചു, എത്ര കുറയ്ക്കുന്നത്? സെൻറ്റിന് 50,750 രൂപയ്ക്ക് സ്ഥലം തരാം, ഒരു 15 സെൻറ്റ് അങ്ങ് എടുത്തോളാൻ പറഞ്ഞു, അതിൻ്റെ പകുതി. അങ്ങനെ ഞാൻ എൻ്റെ ഒരുമാതിരി കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്, അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് തീരുമാനിച്ചു ആ 15 സ്ഥലം മേടിക്കാൻ. അതിന് അഡ്വാൻസ് കൊടുത്തു പോന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ അത് 17.5 സെൻറ്റ് ഉണ്ട്, 2.5 സെൻറ്റ് ഞങ്ങളുടെ പൈസ തരണം. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, അത് ആർക്കെങ്കിലും കൊടുത്തു. വേണ്ട, അത് എടുത്തോ ബ്രദർ, എടുത്തോ, ഞങ്ങളുടെ ബാക്കി സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചു. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ദൈവം ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതാണ് 3 സെൻറ്റ് തപ്പി നടന്ന എനിക്ക് ഈ 17 സെൻറ്റ് സ്ഥലത്ത്, നിങ്ങൾക്കറിയണമോ, ഈ സ്ഥലം വാങ്ങിച്ച് 3-ാമത്തെ മാസം വീട് വെച്ച്, മനോഹരമായ ഒരു വീട് വെച്ച് കയറി താമസിച്ചു. അതിൻ്റെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു, അതിൻ്റെ വാർക്കയുടെ സമയം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ വീട് പണിതോളാൻ അനുവാദം കർത്താവ് തന്നു. അത് വെച്ച് പ്രാർത്ഥിച്ചു. ഒരു സന്ദേശമുണ്ടായിരുന്നു, വീട് പണിയുന്നിടത്ത് കർത്താവ് പരിശുദ്ധ അമ്മ വഴി പൈസ കൊണ്ടുതരും. വാർക്ക കഴിഞ്ഞ് 1 ലക്ഷം രൂപ, വ്യാഴാഴ്ച 1 ലക്ഷം രൂപ കോൺട്രാക്ടർക്ക് കൊടുക്കണം. ബുധനാഴ്ചയായി ഒരു നിർവാഹവുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ നല്ലൊരു രൂപമുണ്ട്. ആ അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ ജപമാല ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ നാളെ 1 ലക്ഷം രൂപ കൊടുക്കണം, ഈശോയോടൊന്ന് പറയണം. ഇതുപോലെ 1000 അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് എന്നെ കാണാൻ ഒരു സഹോദരൻ വന്നു. ഈ വീട് പണിയുന്ന അത് വെച്ചിട്ട് എൻ്റെ കയ്യിലൊരു കവർ തന്നിട്ട് പറഞ്ഞു, ഇത് വീട് പണിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഞാൻ ഓർത്തു, 100ൻ്റെ നോട്ടാണെങ്കിൽ 10,000 രൂപയാണ്, ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ആ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ 1000ൻ്റെ 100 നോട്ടാണ്. ഈ കോൺട്രാക്ടറുടെ കയ്യിൽ 1 ലക്ഷം രൂപ എടുത്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ മുമ്പിൽ കൈ നീട്ടാനോ നാണം കെടാനോ ഇതുവരെ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. എന്നെ ഈ ഒരു ശുശ്രൂഷയെ സഹായിക്കാൻ ഒരുപാട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ കർത്താവ് എനിക്ക് ഇന്ന് വരെ ശുശ്രൂഷ അത് പണത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടില്ല. എന്നെ ഒരു വചനം സ്പർശിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. ലൂക്ക 12 നമ്മൾ കാണുകയാണ്. നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട. അതുപോലെ തന്നെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവഭക്തി ധനലാഭത്തിന് വേണ്ടിയുള്ള മാർഗമല്ല. ഈ ഒരു വചനങ്ങളൊക്കെ എന്നെ ശക്തിപ്പെടുത്തി ഈ കാലഘട്ടം അത്രയും എന്നെ നയിച്ചു. പ്രിയമുള്ളവരെ, മനോഹരമായ വീട് വെച്ച് സന്തോഷകരമായി ഈ ശുശ്രൂഷ ചെയ്തു പോകുകയാണ്. ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, മരിക്കുന്നത് വരെ കർത്താവിനെ പ്രഘോഷിക്കണം. എൻ്റെ അന്ത്യശ്വാസം പോകുന്നത് വരെ എൻ്റെ കർത്താവിനെ പ്രഘോഷിക്കണം. ഇനി എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണെങ്കിലും പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങൾ മരിക്കും, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ദിവസം ഞാൻ നിങ്ങൾ മരിക്കും. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഞാനെടുത്ത തീരുമാനമാണ്. എന്താണെങ്കിലും മരിക്കും, അതെങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് മരിച്ചുകൂടെ? എന്താണെങ്കിലും നമ്മൾ മരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് മരിച്ചുകൂടെ? ഓരോ വ്യക്തിയും ഉള്ളിലെടുക്കേണ്ട തീരുമാനമാണ്. നമുക്കറിയാമല്ലോ, ഈശോയെ കൊലയ്ക്ക് കൊണ്ടുപോകുമെന്നറിഞ്ഞ് നമുക്കറിയാം. തോമാസ് ലീഗ പറയുന്നൊരു കാര്യമുണ്ട്. തോമാസ് ലീഗ പറയുക, നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം, നമുക്ക് അവനോടൊപ്പം മരിക്കാൻ പോകാം. അതുകൊണ്ട് ശുശ്രൂഷാ ജീവിതം നയിക്കുമ്പോഴും പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോഴും പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും അവിടെ പതരാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള
വലിയ ശക്തി നമുക്ക് കിട്ടണം. എന്നെയൊക്കെ ശക്തിപ്പെടുത്തിയൊരു വചനമുണ്ട്. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വചനം. സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു. നമുക്ക് ഈ തീരുമാനമെടുക്കാം. കർത്താവിനോടൊപ്പം അവിടുത്തെ സഹനങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം അവൻ്റെ ആ കുരിശോട് ചേർത്ത് വെച്ച് ഓർക്കുക. ഞാൻ കാലിത്തൊഴുത്തിൽ കിടന്ന അനുഭവം പറഞ്ഞുവെങ്കിൽ ഒന്ന് മാത്രം ഓർക്ക് പ്രിയമുള്ളവരെ, കാലിത്തൊഴുത്തിൽ പറഞ്ഞ കർത്താവിന് മുതൽ കാൽവരി മലയിൽ 3 ആണിയേൽ കടന്ന് പിടഞ്ഞ കർത്താവിനെ വരെ നോക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് കർത്താവായ യേശു ഉത്തരമാണ്. അതുകൊണ്ട് അവന് വേണ്ടി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ക്രൈസ്തവ ജീവിതത്തിന് 2 അടിസ്ഥാനമുണ്ട്. 1 തിന്മ ചെയ്യരുത്, 2 നന്മ ചെയ്യണം. തിന്മ ചെയ്യാതെ കൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ഈ ജീവിത സുന്ദരമാക്കാൻ അവസാനം സ്വർഗത്തിലെത്തണമെന്ന വലിയ ആഗ്രഹത്തോടെ കർത്താവ് ഇതാണ് നമുക്ക് തന്നത്. എന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു വചനമുണ്ട്. 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. കർത്താവിനോട് ചേർന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കാം. മദ്യഷാപ്പിൽ ജോലി ചെയ്തുകൊണ്ട് വലിയൊരു ഗുണം എനിക്കുണ്ടായി. എൻ്റെ ജീവിതത്തിൽ മയക്കുമരുന്നിന് അടിമയായി കിടക്കുന്ന അനേകരെ പിടിച്ചുയർത്താൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി മദ്യപാനം മൂലം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ശക്തമായൊരു അഭിഷേകം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തുക. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഞാൻ അഭ്യസിച്ചു. നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ഒരു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. 2 കരങ്ങൾ ഉയർത്തെ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് ഓർക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ ദാഹം തീരാനാണ്. ഈ രാത്രിയുടെ ഈ പ്രാർത്ഥന കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നമ്മുടെ ഗുരുനാഥൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെ അനുഭവം. ലൂക്ക 6:12 നമ്മൾ കാണുന്നു. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുന്നതിനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുന്നതിനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. 2 കരമുയർത്തി ലോകം മുഴുവനെയും കൊടുത്തുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രി പ്രാർത്ഥനയിൽ രോഗികളായി കട്ടിലിൽ കിടക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഭവനമില്ലാതെ വിഷമിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ശുശ്രൂഷ വീണു പോകുന്ന അവസരത്തിൽ കൈപിടിച്ചുയർത്തട്ടെ കർത്താവ്. അവരെല്ലാം ശക്തമായ അഭിഷേകം ഒഴുകട്ടെ. വീണാലും ഞാൻ എഴുന്നേൽക്കും, വീണാലും ഞാൻ എഴുന്നേൽക്കും. എൻ്റെ ശത്രുക്കളെ, നിങ്ങൾ എന്നെ പ്രതി നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം ഒഴുകുന്നു, സൗഖ്യത്തിന്റെ അനുഭവം ഒഴുകുന്നു. പ്രിയമുള്ളവരെ, ശക്തമായ അഭിഷേകം കർത്താവ് തരുന്നു. ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഈ കർത്താവിനെ അറിയുവാൻ ഇടയാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2 കരങ്ങളും ഹൃദയഭാഗത്തോട് ചേർത്ത് വയ്ക്കുക. തീരുമാനമെടുക്കുക. വീണാലും ഞാൻ എഴുന്നേൽക്കും. വീണടത്ത് കിടക്കുക എന്നുള്ളതല്ല, വീണടത്ത് എഴുന്നേൽക്കുക. മയക്കുമരുന്നുകളുടെയോ ജഡിക പാപബന്ധനങ്ങളുടെ അടിമത്തത്തിലാവാം. എഴുന്നേൽക്കുക. നിന്റെ കർത്താവിനെ നോക്കുക, സ്വർഗത്തിലേക്ക് നോക്കുക. ഈ ജീവിതം അവനോട് ചേർന്ന് ഏറ്റവും സുന്ദരമായി സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. പ്രിയമുള്ളവരെ, സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാണ്. സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാണ്. വിശ്വസിക്കാം. വീണ്ടും ആ ഒരു ചിന്തയോടെ കരങ്ങൾ ഒന്നും കൂടെ ഉയർത്തട്ടെ. സ്വർഗത്തിൽ എത്തിച്ചേരണം. ഈ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം സഹിച്ച് എനിക്ക് സ്വർഗത്തിൽ എത്തണം. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, മനം ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.